ഒരു പെൺകുട്ടി. അവൾക്ക് കോളേജിൽ താൻ ജീവന തുല്യം പ്രണയിക്കുന്ന ഒരു പയ്യനുണ്ട്. പക്ഷേ അവൻ അവളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മറ്റൊരു വശത്ത് കോളേജിലെ ഹീറോയായ ഒരു പയ്യൻ. അവന് തൻ്റെ കരിയർ രക്ഷിക്കാൻ ഒരു പരീക്ഷ ജയിച്ചേ പറ്റൂ. അങ്ങനെ രണ്ട് വ്യത്യസ്ത ആവശ്യങ്ങളുമായി നടക്കുന്ന ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു വലിയ പ്രണയ നാടകം കളിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയിരിക്കും? വെറും ഒരു അഭിനയമായി തുടങ്ങി ഒടുവിൽ സ്വന്തം നിയന്ത്രണം പോലും നഷ്ടപ്പെട്ട് യഥാർത്ഥ പ്രണയത്തിലേക്ക് വഴിമാറിയ ഒരു അടിപൊളി യൂത്ത് റൊമാൻറ്റിക് ഡ്രാമയാണ് നമ്മൾ ഇന്ന് ഒരൊറ്റ വീഡിയോയിലൂടെ മുഴുവനായി നോക്കാൻ പോകുന്നത്. നമ്മുടെ കഥയിലെ നായികയാണ് ഹന്ന. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന പാട്ടുപാടാൻ അസാധ്യ കഴിവുള്ള ഒരു പെൺകുട്ടി. പഠിത്തത്തിന്റെ കാര്യത്തിലും ക്ലാസ്സിൽ എപ്പോഴും ഒന്നാമതാണവൾ. ബാക്കി പെൺകുട്ടികളെ പോലെ കറങ്ങി നടക്കാനോ ആൺകുട്ടികളുടെ പുറകെ പോകാനോ ഒന്നും ഹന്നയ്ക്ക് താല്പര്യമില്ല. പക്ഷേ അവളുടെ ഉള്ളിലും ഒരു വലിയ പ്രണയമുണ്ട്. അതാണ് ജസ്റ്റിൻ. ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ കോളേജിലെ ഒരു സുന്ദരൻ പയ്യനാണ്. ഹന്നയ്ക്ക് പുള്ളിയോട് കട്ട ക്രഷാണ്. അവൻ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ പോലും ഹന്നയുടെ നെഞ്ചിടിപ്പ് കൂടും. എങ്ങനെയെങ്കിലും ജസ്റ്റിനോട് സംസാരിക്കണം, തൻ്റെ മനസ്സ് തുറന്നു പറയണം എന്നൊക്കെ ഹന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റിൻ്റെ മുന്നിലെത്തുമ്പോൾ പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പോലും ആകാതെ ആകെ ടെൻഷനാകും. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രണയം ഉള്ളിലൊതുക്കി ദൂരെ മാറി നിന്ന് അവനെ നോക്കി സൈറ്റടിക്കുക മാത്രമാണ് നമ്മുടെ നായികയുടെ സ്ഥിരം പരിപാടി. ഇനി നമ്മുടെ നായകനിലേക്ക് വരാം. ഗാരറ്റ് കോളേജ് ഐസ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനും അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ പ്ലെയറുമാണ് കക്ഷി. ലുക്കിലും സ്വഭാവത്തിലും ഒരു കട്ട പ്ലേ ബോയ് സ്റ്റൈൽ. കോളേജിലെ പെൺകുട്ടികൾക്കെല്ലാം ഗാരറ്റിന് ഭയങ്കര ക്രേസാണ്. കളിക്കളത്തിൽ പുള്ളി ഒരു പുലിയാണെങ്കിലും ക്ലാസ് റൂമിൽ എത്തുമ്പോൾ വെറും പൂച്ചയാണ്. അതായത് പഠിത്തത്തിൽ കക്ഷി ഭയങ്കര മോശമാണ്. അങ്ങനെ ഇരിക്കെയാണ് കോളേജിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഹോക്കി ചാമ്പ്യൻഷിപ്പ് വരുന്നത്. ഈ മാച്ചിൽ ഗാരറ്റിന് കളിക്കണമെങ്കിൽ കോളേജ് അധികൃതർ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അവൻ്റെ ഈ സെമസ്റ്ററിലെ ഫിലോസഫി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി ജയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവനെ ടീമിൽ നിന്ന് പുറത്താക്കും. തൻ്റെ ഹോക്കി കരിയറും സ്വപ്നങ്ങളും തകരുമെന്ന അവസ്ഥയിൽ ഗാരറ്റ് ആകെ വിഷമിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പരീക്ഷാഫലം വരുന്ന ദിവസം പ്രതീക്ഷിച്ചതുപോലെ ഗാരറ്റ് ആ പരീക്ഷയിൽ തോറ്റു തുന്നം പാടി നിൽക്കുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ഹന്നയുടെ പേപ്പർ കണ്ട ഗാരറ്റിന്റെ കണ്ണ് തള്ളിപ്പോയി. ക്ലാസ്സിൽ ഫുൾ മാർക്ക് വാങ്ങി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഹന്നയാണ്. തൻ്റെ കരിയർ രക്ഷിക്കാൻ ഹന്നയ്ക്ക് മാത്രമേ ഇനി പറ്റൂ എന്ന് ഗാരറ്റിന് മനസ്സിലായി. പുള്ളി നേരെ ഹന്നയുടെ അടുത്ത് ചെന്ന് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഹേയ് ഹന്ന, എനിക്ക് ഈ സബ്ജക്റ്റിൽ ഒന്ന് സഹായിക്കാമോ? എനിക്ക് ട്യൂഷൻ എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ ഹന്ന കട്ട ഈഗോ കാണിച്ചുകൊണ്ട് ഗാരറ്റിനെ മുഖവലിക്ക് പോലും എടുക്കാതെ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഗാരറ്റ് അവളുടെ പുറകെ നടന്ന് ഒരുപാട് കെഞ്ചുന്നുണ്ടെങ്കിലും ഹന്ന മൈൻഡ് ചെയ്യുന്നതേയില്ല. പക്ഷെ ഗാരറ്റ് അത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. പുള്ളി ഹന്നയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഹന്നയ്ക്ക് ജസ്റ്റിനോടുള്ള വൺ സൈഡ് പ്രണയത്തെക്കുറിച്ച് ഗാരറ്റ് അറിയുന്നത്. ജസ്റ്റിൻ ആണെങ്കിൽ ഹന്നയെ ഒരു സുഹൃത്തായി പോലും കാണുന്നുമില്ല. ഇവിടെ വെച്ചാണ് ഗാരറ്റ് തൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നത്. പുള്ളി വീണ്ടും ഹന്നയുടെ അടുത്ത് ചെന്ന് ഒരു ഡീൽ മുന്നോട്ട് വെക്കുന്നു. നോക്കൂ ഹന്ന, നീ എന്നെ പഠിപ്പിച്ച് ജയിക്കാൻ സഹായിച്ചാൽ പകരം ഞാൻ നിന്റെ കാമുകനാണെന്ന് ഈ കോളേജിൽ അഭിനയിക്കാം. കോളേജിലെ സ്റ്റാർ പ്ലെയറായ ഞാൻ നിന്റെ പുറകെ നടക്കുന്നത് കാണുമ്പോൾ ജസ്റ്റിന് ഉറപ്പായും അസൂയ തോന്നും. അവൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ജസ്റ്റിനെ സ്വന്തമാക്കാൻ ഇതിലും വലിയൊരു അവസരം വേറെ കിട്ടാനില്ലെന്ന് മനസ്സിലാക്കിയ ഹന്ന ഒടുവിൽ ആ കരാറിന് സമ്മതം മൂളുന്നു. അങ്ങനെ കോളേജിനെ ഞെട്ടിച്ചുകൊണ്ട് ആ വ്യാജ പ്രണയം ആരംഭിക്കുകയാണ്. അവർ ഒരുമിച്ച് നടക്കുന്നു, സംസാരിക്കുന്നു, ആളുകൾ കാണെ കെട്ടിപ്പിടിക്കുന്നു. ഗാരറ്റ് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ജസ്റ്റിൻ ഇത് ശ്രദ്ധിക്കാനും ഹന്നയോട് വന്ന് സംസാരിക്കാനും തുടങ്ങുന്നുണ്ട്. ട്യൂഷൻ എടുക്കാനായി രാത്രികളിൽ അവർ ഒരുമിച്ചിരിക്കുമ്പോൾ വെറും അഭിനയമാണെന്ന് പറയുമ്പോഴും അവർക്കിടയിൽ പുതിയൊരു വികാരം മുട്ടിടാൻ തുടങ്ങുന്നു. ഗാരറ്റിന്റെ ഉള്ളിലെ കെയറിംഗ് ആയ സ്വഭാവം ഹന്നയെ ആകർഷിക്കുന്നു.
ഹന്നയുടെ നിഷ്കളങ്കത ഗാരറ്റിനും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. വെറും നാടകമായി തുടങ്ങിയ ഈ കളി ഇവരെ എവിടെ കൊണ്ടെത്തിക്കും എന്നറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടയിലാണ് ജസ്റ്റിൻ ഹന്നയോട് വന്ന് പ്രണയാഭ്യർത്ഥന നടത്തുന്നത്. ഹന്ന ഇത്രയും കാലം ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത്. പക്ഷേ ജസ്റ്റിൻ തന്റെ പ്രണയം പറഞ്ഞപ്പോൾ ഹന്നയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ജസ്റ്റിന്റെ മുഖമല്ലായിരുന്നു. പകരം തനിക്കൊപ്പം നാടകം കളിച്ച ഗാരറ്റിന്റെ മുഖമായിരുന്നു. അപ്പോഴാണ് താൻ ഗാരറ്റിനെ യഥാർത്ഥമായി പ്രണയിച്ചു പോയി എന്ന് ഹന്ന തിരിച്ചറിയുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ഗാരറ്റും ഒരു വലിയ മാനസിക വിഷമത്തിലായിരുന്നു. അവൻ്റെ അച്ഛനുമായുള്ള ചില പഴയ പ്രശ്നങ്ങളും പരീക്ഷയുടെ ടെൻഷനും കാരണം അവൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ അവർക്കിടയിൽ ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുകയും ഗാരറ്റ് ദേഷ്യപ്പെട്ട് ഹന്നയോട് സംസാരിക്കുകയും ചെയ്യുന്നു. അതോടെ അവരുടെ ആ വ്യാജ കരാർ അവസാനിക്കുകയും അവർ രണ്ടു വഴിക്കാകുകയും ചെയ്യുന്നു. ഹന്ന അകന്നതോടെയാണ് ഗാരറ്റിന് മനസ്സിലായത് അവൾ വെറും ഒരു ട്യൂഷൻ ടീച്ചർ മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു എന്ന്. ഒടുവിൽ ആ വലിയ ഹോക്കി മാച്ച് നടക്കുന്ന ദിവസം വന്നെത്തുന്നു. ഹന്നയുടെ സഹായത്തോടെ പരീക്ഷ ജയിച്ച ഗാരറ്റ് കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും അവരുടെ ടീം ചാമ്പ്യൻഷിപ്പ് ജയിക്കുകയും ചെയ്യുന്നു. സ്റ്റേഡിയം മുഴുവൻ ഗാരറ്റിന്റെ പേര് വിളിച്ച് ആർത്തു വിളിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ തിരഞ്ഞത് ഒരാളെ മാത്രമായിരുന്നു. കളി കഴിഞ്ഞ് ഗാരറ്റ് നേരെ ഹന്നയുടെ അടുത്തെത്തുന്നു. താൻ അഭിനയിക്കുകയായിരുന്നില്ല, തന്നെ മാറ്റിയെടുത്തത് ഹന്നയാണെന്നും തനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും ഗാരറ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയുന്നു. ഹന്നയും സന്തോഷത്തോടെ ഗാരറ്റിന്റെ പ്രണയം സ്വീകരിക്കുന്നു. അങ്ങനെ വെറും ഒരു നാടകമായി തുടങ്ങിയ ആ പ്രണയകഥ യഥാർത്ഥ ജീവിതമായി മാറുന്നതോടെ ഈ മനോഹരമായ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. വെറും ഒരു അഭിനയത്തിൽ തുടങ്ങി ഒടുവിൽ ഒന്നായ ഹന്നയുടെയും ഗാരറ്റിൻ്റെയും ഈ പ്രണയകഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി ഡ്രാമയുമായി നമുക്ക് വീണ്ടും കാണാം.